CMRL എക്സാലോജിക് ഇടപാടിൽ കേസെടുക്കാൻ ഇഡിക്ക് അധികാരമില്ല എന്ന CMRL ഹൈക്കോടതിയിൽ. ഷെഡ്യൂൾഡ് കുറ്റകൃത്യമില്ലാതെയാണ് ഇഡി അന്വേഷണം. വാദം കേട്ട സിംഗിൾ ബെഞ്ച് 2 വർഷം വിധി പറയാൻ മാറ്റി. കുറ്റകൃത്യമുണ്ടെന്ന് SFIO അറിയിച്ചുവെന്ന് ഇഡി സത്യവാങ്മൂലം നൽകിയത് മെയ് 21-ന്. ഇതിനുശേഷമാണ് അന്വേഷണം തുടരാമെന്ന് സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഇഡിയുടെ അധിക സത്യവാങ്മൂലത്തിൽ മറുപടി വാദം അറിയിക്കാൻ അവസരം കിട്ടിയില്ല എന്നും CMRL ഹൈക്കോടതിയിൽ വാദിച്ചു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ദീർഘകാലം കോടതികളിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കൊണ്ട് തന്നെയാണ് CMRL മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇഡി തന്നെ ഏറ്റവും പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം നൽകുന്നു. വീണ്ടും കോടതിയിലേക്ക് പോകുന്നതിനുള്ള ഗ്യാപ്പ് കൊടുക്കാതെയുള്ള റെയ്ഡ് നടപടികളിലേക്കാണ് കടന്നത്. ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു CMRL. അങ്ങനെ തന്നെയാണ് മധു. ഈ CMRL ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ, ഇന്നാണ് ആ അപ്പീൽ നൽകിയത്. ആ അപ്പീൽ തിങ്കളാഴ്ചയായിരിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരിക. അപ്പീലിൽ CMRL ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ ഇതാണ്. PML നിയമം അനുസരിച്ച് കേസെടുക്കാൻ, CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമില്ല എന്നാണ് CMRL അപ്പീലിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. ഇഡിയുടേത് അധികാരമില്ലാത്ത അന്വേഷണമാണ്. ഷെഡ്യൂൾഡ് കുറ്റകൃത്യം ഇല്ലാതെയാണ് ഇഡി അന്വേഷിക്കാൻ ഇറങ്ങിയത്. വാദം കേട്ട സിംഗിൾ ബെഞ്ച് ഏതാണ്ട് 20 മാസത്തോളം ഈ ഹർജിയിൽ വിധി പറയാതെ മാറ്റിവെച്ചു. ഒരു കുറ്റകൃത്യമുണ്ട് എന്ന് SFIO അറിയിച്ചു എന്നാണ് ഇഡി ഒരു സത്യവാങ്മൂലം നൽകിയത്. അത് 2025 മെയ് മാസം 21-നായിരുന്നു ഈ സത്യവാങ്മൂലം. ഇതിനുശേഷമാണ് അന്വേഷണം തുടരാം എന്ന സിംഗിൾ ബെഞ്ച് വിധി പുറത്തുവരുന്നത്. ഇഡിയുടെ അധിക സത്യവാങ്മൂലത്തിൽ മറുപടി വാദം അറിയിക്കാൻ മതിയായ അവസരവും ലഭിച്ചില്ല. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്ന വാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് CMRL ഉയർത്തുകയും ചെയ്യുന്നത്. FIR ഉണ്ട് എന്ന് കരുതി PML നിയമപ്രകാരം സമൻസ് അയക്കാൻ കഴിയില്ല എന്നാണ് സമൻസ്. കോടതി തീരുമാനം എപ്പോഴത്തേക്കുണ്ടാകും? ഇന്നു തന്നെ ഈ കാര്യത്തിൽ കോടതി വിധി പറയാനുള്ള സാധ്യതയുണ്ടോ? CMRLന്റെ ഹർജി ഇന്നാണ് അവർ കോടതിയിൽ അപ്പീൽ നൽകിയത്. ഈ ഹർജി തിങ്കളാഴ്ചയായിരിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരിക. പ്രധാനമായും ഇഡിയുടെ സമൻസ് അന്വേഷണമടക്കം സ്റ്റേ ചെയ്യണമെന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. ഈ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പക്ഷേ തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കും. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ഇഡി അന്വേഷണത്തിനെതിരെ CMRL ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. തിങ്കളാഴ്ച ഡിവിഷൻ ബെഞ്ച് ഈ വാദം കേൾക്കുകയും ചെയ്യും, ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. മറുപടി വാദം അറിയിക്കാനുള്ള അവസരം കിട്ടും മുമ്പാണ് ഇഡി ഇടപെടൽ എന്നുള്ളതാണ് ഇപ്പോൾ CMRL ഹൈക്കോടതിയിൽ വാദിച്ചിരിക്കുന്നത്.